നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സഞ്ജു കടലിൽ പോയെങ്കിൽ 3 ദിവസം കഴിയാതെ ബോഡി കരക്കടിയില്ലെന്നാ അവര് പറയുന്നത്. സഞ്ജു കടലിൽ പോയെന്നോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടല്ലേ ഞാൻ പറയാതിരുന്നത്. അവര് സഞ്ജു പോകാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ അന്വേഷിച്ചെന്നാ പറയുന്നത്. നമ്മളും അന്വേഷിച്ചല്ലേ. സഞ്ജു അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സഞ്ജു കടലിൽ ചാടിയത് ഗോവിന്ദ് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും സഞ്ജു അങ്ങനെ ചെയ്യില്ല. സഞ്ജു അങ്ങനെ ചെയ്തു ഞാൻ പറഞ്ഞിട്ടില്ല. പോലീസിന്റെ നിഗമനം പറഞ്ഞേ ഉള്ളൂ. നീ ഈ വിവരം മംഗലശ്ശേരിയിൽ ആരോടും പറയണ്ട. സഞ്ജു മാറി നിൽക്കുന്നത് മാത്രം ഇപ്പൊ അറിഞ്ഞാൽ മതി. അങ്ങനെ പറയാനല്ലേ കഴിയൂ. സ്വാതിയുടെ അവസ്ഥ ഓർക്കുമ്പോ എന്തു പറയണമെന്ന് എനിക്കറിയില്ല. സഞ്ജുവിന്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുകയാ. അവന് നമ്മളെ വിട്ടുപോകാനാവില്ല രാജു. സ്വാതിയും കുഞ്ഞിനെയും മറന്ന് സഞ്ജു ഒന്നും ചെയ്യില്ല. എന്തിനാ എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നത്? കാറ് ബീച്ചിൽ ഉപേക്ഷിച്ചു. സഞ്ജുവിന്റെ ചെരുപ്പ് നമ്മൾ കണ്ടതാ. സഞ്ജു പോയടാ. കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്റെ വഴിക്കാ ദിനകര. അവൻ മരിച്ചിട്ടൊന്നുമില്ല. കേട്ടപ്പോഴേ ഞാൻ കരുതിയതാ സഞ്ജു നിൽക്കക്കള്ളിയില്ലാതെ സ്ഥലം വിട്ടതാന്ന്. കമ്പനിയിലെ വിവരങ്ങൾ ദിനകരൻ എന്നെ അറിയിക്കണം. ശരി. ജ്യൂസ് കുടിക്കാം. ഒരു ദിവസം കൂടി കഴിയാൻ ഞാൻ കാത്തിരിക്കുക. പ്രത്യേകിച്ച് സംഭവിക്കാനൊന്നുമില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഒഴുക്കിവിട്ട മലവെള്ളപ്പാച്ചിലിൽ മംഗലശ്ശേരി ഒലിച്ചു പോകാൻ പോവാ. ഉരുൾപൊട്ടൽ കഴിഞ്ഞ ഭൂമി പോലെയാവും ഇനി മംഗലശ്ശേരി. പ്രതികാരം പൂർത്തിയാക്കി ദക്ഷയ്ക്ക് മടങ്ങാൻ സമയമായി. മാഡം ഇപ്പൊ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ മനസ്സിലൊരു മുറിവ് ഉണങ്ങാതുണ്ടാവില്ലേ? മനസ്സിലേറ്റ ഒരു മുറിവും ഉണങ്ങാറില്ല. അതെന്റെ മാത്രമല്ല, എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാ. നീറ്റൽ കുറയ്ക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയാ മനുഷ്യൻ പക വീട്ടാൻ ഇറങ്ങുന്നത്. കഴിഞ്ഞുപോയ കാലത്തെ പറ്റിയല്ല, വരാൻ പോകുന്ന മുറിവിനെ പറ്റിയാ ഞാൻ പറഞ്ഞത്. ഞാൻ പറയാൻ പാടില്ലാത്തത് മാഡത്തിനോട് പറയുന്നു എന്നൊരു തോന്നൽ മാഡത്തിനുണ്ട്. മോളെ ഓർക്കുമ്പോ പറഞ്ഞു പോകുന്നതാ മാഡം. മാഡം പ്രസവിച്ചെങ്കിലും അവളെ വളർത്തിയത് ഞാനല്ലേ. അതിന്റെ വില ഞാൻ മല്ലികയ്ക്ക് തന്നിട്ടുണ്ട്. മോളുടെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. സഞ്ജു അല്ലാതെ അവൾ ഇനി ആരും ജീവിതത്തിലേക്ക് കൂട്ടാനും പോകുന്നില്ല. മംഗലശ്ശേരി പൂർണ്ണമായും തകർത്തെറിയാൻ തുടങ്ങുമ്പോ മാഡം ഇതുകൂടി ഓർക്കണം. അവനെ ഞാൻ കണ്ടെത്തിക്കൊണ്ടുവരും. അതിൽ മല്ലികയ്ക്ക് ഒരു സംശയവും വേണ്ട. സഞ്ജു ബാംഗ്ലൂരിൽ ഉണ്ടെന്നാ ഞാൻ മനസ്സിലാക്കുന്നേ. അവനെ കണ്ടെത്താൻ കഴിഞ്ഞാലും മംഗലശ്ശേരിയും കമ്പനിയും കൈക്കലാക്കാതെ അവനെ ഞാൻ രംഗത്ത് കൊണ്ടുവരില്ല. കമ്പനിയും പ്രതാവും എല്ലാം കൈവിട്ടാ പിന്നെ ഞാൻ പറയുന്നത് സഞ്ജു അനുസരിക്കേണ്ടി വരും. വിഷപ്പല്ല നഷ്ടമായ പാമ്പ് പിന്നെ പത്തി വിടർത്തില്ല, കാൽ ചുവട്ടിൽ ചുരുണ്ടു കിടക്കും. സഞ്ജുവിനോട് പലതവണ വഴക്കിട്ട് പോയവളാ സ്വാതി. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവൾ അവന്റെ കൂടെ വല്ല ചേരിയിലോ വാടക വീട്ടിലോ ചെന്നടിയാൻ തയ്യാറാവില്ല. ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്നല്ലേ പറയാറ്. അവൻ മൂന്നാമത് താലി കെട്ടാൻ പോകുന്നത് എന്റെ മകളുടെ കഴുത്തിലാവും. ദേവി പ്രസാദിക്കണേ. എന്റെ പ്രാർത്ഥന ദേവി കേൾക്കണേ. അദ്ദേഹം പോയിട്ട് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. തിരിച്ചു വരാൻ അദ്ദേഹത്തിന് ഒരു മനസ്സുണ്ടാവണേ. അമ്മയെയും ചേച്ചിയും കുറിച്ചുള്ള ചിന്ത ദേവി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കണേ. ദേവിയോടല്ലാതെ എന്റെ സങ്കടം ഞാൻ ആരോട് പറയും? അദ്ദേഹത്തിന് ഒരു ആപത്തും പറ്റിയിട്ടില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു.
എന്തിനാ ദേവി ഇങ്ങനൊരു സമയത്ത് ഒരു പരീക്ഷണം തന്ന് എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന? എന്നെ രക്ഷിച്ച മനുഷ്യനും അദ്ദേഹം തന്ന ജീവനും ദേ ഈ താലിമാല. എനിക്ക് അദ്ദേഹത്തെ കണ്ടെത്തി എന്റെ ചേച്ചിയുടെ അടുത്ത് എത്തിച്ചേ പറ്റൂ. ഒരു വഴി എന്റെ ഉള്ളിൽ കാണിച്ചു തരണേ. ഇതുകൊണ്ടൊന്നും ദേവിയുടെ മനസ്സലിഞ്ഞല്ലേ? ഞാൻ കരഞ്ഞു പറയുന്നതൊന്നും അമ്മ കേൾക്കുന്നില്ലേ? എന്റെ പൂജ മതിയായില്ലെങ്കിൽ എനിക്കൊരു വഴി കാണിച്ചു തരാതെ ഞാൻ അമ്മയുടെ മുന്നിൽ നിന്ന് പോവില്ല. അയ്യോ, അദ്ദേഹം അയ്യോ ഒന്ന് നിക്കണേ. കാർ നിർത്തിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? അദ്ദേഹം അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.